അമേരിഗോ വെസ്പൂച്ചി. വേൾഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷിപ്പ് എന്ന ഖ്യാതി കേട്ട 93 വർഷങ്ങളുടെ ചരിത്രമേന്തുന്ന പായ്ക്കപ്പൽ 1931 നീറ്റിലിറക്കിയ, ഇപ്പോൾ ലോകം മുഴുവൻ ചുറ്റിയ ഇറ്റാലിയൻ നാവികസേനയുടെ ഒരു പരിശീലന കപ്പൽ. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെയേറെ ചരിത്ര സംഭവങ്ങൾക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വന്ന 18ാം നൂറ്റാണ്ടിലെ യുദ്ധക്കപ്പൽ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ഒരു പരിശീലന കപ്പൽ കൂടിയാണ് അമേരിഗോ വെസ്പൂച്ചി. 3 കൊടിമരങ്ങളുള്ള ഇറ്റാലിയൻ പരമ്പരാഗത ശൈലിയിൽ തേക്ക് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പലിന്റെ ഉൾഭാഗത്തിന് ചതുരാകൃതിയാണുള്ളത്. 11 ചെറിയ ബോട്ടുകളെ പേറുന്ന ഈ കപ്പലിൽ പായ കെട്ടുന്നതിനും മറ്റും ചണത്തിന്റെ കയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റിന്റെ ഗതിവേഗം മാത്രമല്ല ഇതിനെ കടലിൽ കൂടി ചലിപ്പിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1964 2 ഡീസൽ എഞ്ചിന്റെ ശക്തി കൂടി ഇതിനെ ചലിപ്പിച്ചു തുടങ്ങി. ഇറ്റാലിയൻ സമുദ്ര പര്യവേഷകനായ അമേരിഗോ വെസ്പൂച്ചിയുടെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേരാണ് കപ്പലിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 2 വർഷം നീണ്ടു നിൽക്കുന്ന ലോക പര്യടനത്തിന്റെ 32ാം ഘട്ടത്തിലാണ് ഒമാനും ഇറ്റലിയുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി കപ്പൽ സുൽത്താൻ ഖാബൂസ് പോർട്ടിൽ വന്നെത്തിയത്. അതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പേ നവംബർ മാസത്തിൽ കപ്പലോട്ട മത്സരത്തിലും നമ്മുടെ കൊച്ചിയിലും ഇവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു.